ഇന്നൊരു സ്പെഷ്യൽ കൂട്ടുകറിയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. നമ്മുടെ തെക്കൻ ജില്ലകളിലല്ല, വടക്കൻ ജില്ലകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കേട്ടോ ഈ ഒരു കൂട്ടുകറി. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് കടല, ഒരു കൈപ്പിടിയോളം കടല കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. ഇനിതേ നമുക്ക് നന്നായിട്ടത് അടുത്ത ദിവസം വേവിച്ചെടുക്കണം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 5 വിസിലെങ്കിലും കേൾപ്പിച്ചെടുക്കണം. കാരണം വെള്ളക്കടലേക്കാളും വേവ് കൂടുതലാണ് കറുത്ത കടലയ്ക്കാണേ. അതുകൊണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമയൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ ഒരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞൻ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചേനയും ഒരു പകുതി ഏത്തക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി ഈ കടലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ നേരത്തെ കടല വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടായിരുന്നു, പക്ഷേ പച്ചക്കറി കഷ്ണങ്ങൾ ചേർക്കുമ്പം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെള്ളം കുറവായതുകൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ വേഗം വെള്ളം വേണമല്ലോ, അതുകൊണ്ട് ഇച്ചിരിയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കണം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു കൂട്ടുകറി വെക്കാനായിട്ട് നമുക്ക് മത്തങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. ഒരു 2 വിസിലും കൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ കടല കുറച്ചും കൂടി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പച്ചക്കറി കഷ്ണങ്ങളും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരക്കരുത്, ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് വെള്ളമയം ഉണ്ടല്ലോ, അതും കൂടി ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ആ ഒരു വെള്ളമയവും ആ ഒരു പച്ചക്കറി കഷ്ണങ്ങളുടെ ചൂടും എല്ലാം കൊണ്ട് ഈ അരപ്പും കൂടി നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഇനി മുളക് പൊടിയോ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണേ. ആ വെള്ളമയമൊക്കെ വറ്റുമ്പോഴത്തേക്കും അത് ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2-3 വറ്റൽമുളകും മുറിച്ചതും കുറേയേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൂട്ടുകറിക്ക് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ വേണം. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ വറുത്തിടാനും വേണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ കൈപ്പിടിയോളം തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമുക്ക് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതുപോലൊന്ന് മൊരിയിച്ചെടുക്കണേ. നല്ല ഡാർക്ക് ബ്രൗൺ നിറം ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ചീനിച്ചട്ടിക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ എടുത്ത് പൊക്കി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാത്തത്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ആ തേങ്ങ മൂപ്പിച്ചത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.